നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ റവന്യൂ ഓഫീസുകൾക്കുള്ള വികസന പ്രവർത്തനത്തിനായി 2.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. നവകേരള വികസന പതാകയുമായി തൃശൂർ കോർപ്പറേഷൻ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് കുതിക്കുന്നു. റോഡ് നവീകരണം ശാസ്ത്രീയമായി നടത്താത്തതിനാൽ പുന്നംപറമ്പ് നിവാസികൾ നട്ടംതിരിയുന്നു. പുത്തൂർ പൊന്നൂക്കര റോഡ് നിർമ്മാണവും റോഡിൽ പരസ്യ എഴുത്തും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നു. മഹിളാ കോൺഗ്രസ് ഒല്ലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിലെ റവന്യൂ ഓഫീസുകളുടെ വികസന പ്രവൃത്തികൾക്ക് 2.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലയിലെ വിവിധ റവന്യൂ ഓഫീസുകളിലെ വികസന പ്രവൃത്തികൾക്കായി 2.5 കോടി രൂപ അനുവദിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ റവന്യൂ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് സ്മാർട്ട് വില്ലേജ് നിർമ്മാണത്തിനും നവീകരണ പ്രവർത്തനങ്ങൾക്കുമായി തുക അനുവദിച്ചത്. തൃശൂരിലെ താലൂക്ക് ഓഫീസ് പൈതൃക മന്ദിരമായി നവീകരിക്കുന്നതിന് 1,30 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. തൃശൂർ നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് തൃശൂർ താലൂക്ക് ഓഫീസ്. ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനും വളരെയധികം പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ താലൂക്ക് ഓഫീസിനെ ഒരു പൈതൃക മന്ദിരമാക്കി നിലനിർത്തേണ്ടത് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ അനിവാര്യതയാണ്. കൂടാതെ ജില്ലയിലെ 18 വില്ലേജുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി 58 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആലപ്പാട്, മാടായിക്കോണം, കിള്ളന്നൂർ വില്ലേജുകളെ സ്മാർട്ട് വില്ലേജുകളായി ഉയർത്തുന്നതിനായി 1,50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. തൃശൂർ സബ് കളക്ടറുടെ ഓഫീസിൽ കോർട്ട് ഹാൾ നവീകരണത്തിനും കളക്ടറേറ്റിലെ മെയിൻ ഹാൾ നവീകരണത്തിനുമായി 60,60,000 രൂപയും അനുവദിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അറിയിച്ചു. നവകേരള വികസന പതാകയുമായി മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് തൃശൂർ കോർപ്പറേഷൻ. 2025 ഒക്ടോബർ 31 തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങളും നിർമ്മാണോദ്ഘാടനങ്ങളും 2025 ഒക്ടോബർ 31 പൂർത്തീകരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. IM വിജയന്റെ നാമധേയത്തിലുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ്, മാറ്റാമ്പുറത്ത് അതിദരിദ്രർക്ക് ഫ്ളാറ്റ് നൽകൽ, നവീകരിച്ച പാലസ് ഗ്രൗണ്ട്, സംസ്ഥാനത്തെ ആദ്യത്തെ ആനിമൽ ക്രിമിറ്റോറിയം, 55 ഡിവിഷനുകളിലേക്കായി 200 ഹൈമാസ് ലൈറ്റുകൾ, മുളയം കുടിവെള്ള പദ്ധതി, ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം, വിവിധ ഗാർഡനുകളുടെയും പാർക്കിന്റെയും ഉദ്ഘാടനം, കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ ആശുപത്രിയിൽ നടത്തിയ മറ്റു വികസന പ്രവർത്തനങ്ങൾ, ഒല്ലൂർ റെയിൽവേ മേൽപ്പാല റോഡ് ടൈൽസ് വിരിച്ചത്, ശുചിത്വ നഗരത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള വിവിധ ടോയ്ലറ്റുകൾ, ചെമ്പുകാവ് ഷോപ്പിംഗ് കോംപ്ലക്സ്, നേതാജി ഗ്രൗണ്ടിലെ ടർഫ്, മേനാച്ചേരി പ്രിയദർശിനി ബിൽഡിംഗുകളുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചത്, ടാഗോർ കൺവെൻഷൻ സെന്ററിന്റെ 2 ഘട്ടം പൂർത്തീകരിച്ചത്, ഒല്ലൂർ മേഖല സമ്പൂർണ്ണ കുടിവെള്ള പ്രഖ്യാപനം, വിയൂർ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള 11 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ മുൻ മേയർമാർ കോർപ്പറേഷനായി രൂപീകരിക്കുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്തുകളിലെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. IM വിജയന്റെ നാമധേയത്തിലുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ്, മാറ്റാമ്പുറത്ത് അതിദാരിദ്ര്യർക്ക് ഫ്ളാറ്റ് നൽകൽ, നവീകരിച്ച പാലസ് ഗ്രൗണ്ട്, സംസ്ഥാനത്തെ ആദ്യ പാലസ് ഗ്രൗണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ക്രിമിറ്റോറിയം, 55 ഡിവിഷനുകളിലേക്കായി 200 ഹൈമാസ്റ്റ് ലൈറ്റ്, മുളയം കുടിവെള്ള പദ്ധതി, ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം, വിവിധ ഗാർഡനുകളുടെയും പാർക്കിന്റെയും ഉദ്ഘാടനം, കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ ആശുപത്രിയിൽ നടത്തിയ മറ്റു വികസന പ്രവർത്തനങ്ങൾ, ഒല്ലൂർ റെയിൽവേ മേൽപ്പാലം റോഡ് ടൈൽസ് വിരിച്ചത്, ശുചിത്വ നഗരത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള വിവിധ ടോയ്ലറ്റുകൾ, ചെമ്പൂക്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സ്, നേതാജി ഗ്രൗണ്ടിലെ ടർഫ്, മേനാച്ചേരി പ്രിയദർശിനി, മേനാച്ചേരിയും അതുപോലെ തന്നെ പ്രിയദർശിനി ബിൽഡിങ്ങുകളുടെ 1ാം ഘട്ടം പൂർത്തീകരിക്കുക, ടാഗോർ കൺവെൻഷൻ സെന്ററിന്റെ 2ാം ഘട്ടം പൂർത്തീകരിക്കുക, ഒല്ലൂർ മേഖല സമ്പൂർണ്ണ കുടിവെള്ള പ്രഖ്യാപനം,
വിയ്യൂർ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള 11 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം തുടങ്ങിയ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. 2020 ഡിസംബർ അധികാരത്തിൽ വന്ന ഈ ഇടതുപക്ഷ കൗൺസിൽ ജനോപകാരമുള്ളതായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും അതിൽ ചിലത് നിർമ്മാണ പുരോഗതിയിലുമാണ്. 450ഓളം കർമ്മ പദ്ധതികളാണ് നാളിനായി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ 500-ന് മുകളിൽ പദ്ധതികൾ ജനങ്ങൾക്കായി സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതോടൊപ്പം യുനെസ്കോയുടെ അന്തർദേശീയ അംഗീകാരമായ ലേണിംഗ് സിറ്റിയും ദേശീയ തലത്തിൽ ശക്തനിലെ ആകാശപാതയ്ക്കും അർബൻ അഫയേഴ്സിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡും മാലിന്യ സംസ്കരണ രംഗത്ത് നാഷണൽ റാങ്കിങ്ങിൽ 333-ാം സ്ഥാനത്തു നിന്നും 58-ാം സ്ഥാനത്തേക്ക് മുന്നേറുന്നതിനും സ്വച്ഛ് സർവേക്ഷൺ സർവേയിൽ സംസ്ഥാനത്ത് ഒന്നാമതാവാനും കാർബൺ ഫ്രീ സിറ്റി പദ്ധതിയുടെ സ്റ്റാർ റേറ്റിംഗിൽ ഇടം പിടിക്കുന്നതിനും സംസ്ഥാനത്തെ തൃപ്തി കോൺക്ലേവിൽ 2ാം സ്ഥാനം ലഭിക്കുന്നതിനും സംസ്ഥാന പൊല്യൂഷൻ ബോർഡിന്റെ ആശുപത്രികൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാറ്റഗറിയിൽ 1ാം സ്ഥാനം ലഭിക്കാനും സാധിച്ചത് ഏറെ അഭിമാനത്തോടെ പറയട്ടെ. ഇതിനായി എന്നോടൊപ്പം പ്രയത്നിച്ചവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം 7 സ്റ്റാർ പദവിയിലുള്ള ഏറ്റവും അടുത്ത സിറ്റിയായ പാനാജി സന്ദർശിക്കുന്നതിനും അവിടുത്തെ മാലിന്യ സംസ്കരണം പഠനാർഹമാക്കുന്നതിനും ഭാവിയിൽ തൃശൂർ കോർപ്പറേഷനെ 7 സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി ശുചിത്വ മിഷന്റെ സഹായത്തോടെ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും പാനാജി സിറ്റി സന്ദർശിക്കുന്നതാണ്. മാലിന്യ സംസ്കരണം പഠനാർത്ഥമായി നടത്തുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 കപ്പാസിറ്റി ബിൽഡിംഗ്സ് ഫണ്ടിൽ നിന്നും ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ അവസരം തൃശൂർ കോർപ്പറേഷന് ലഭിച്ച അസുലഭമായ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ കൗൺസിലിന്റെ പൂർത്തീകരണ കാലയളവിൽ സർക്കാർ നിർദ്ദേശപ്രകാരം തൃശൂർ ജനതയുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള എല്ലാ വികസനങ്ങളെയും സംബന്ധിച്ച് ഒരു വികസന സദസ്സ് 2025 ഒക്ടോബർ 10-ന് തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. മഴ പെയ്തുണ്ടാകുന്ന അമിത വെള്ളം ഒഴുകിപ്പോകുവാൻ നിർവാഹമില്ലാതെ നട്ടം തിരിയുന്നു പുന്നമ്പറമ്പ് നിവാസികൾ. പീച്ചി ടൂറിസം ഇടനാഴി റോഡിന്റെ കിഫ്ബി ഫണ്ട് പ്രകാരമുള്ള റോഡ് നവീകരണ പ്രക്രിയകൾ പൂർത്തീകരിച്ചെങ്കിലും സാങ്കേതികത്വത്തിന്റെ പേരിൽ പറഞ്ഞ ഉറപ്പുകളെല്ലാം വൃഥാവിലാകുകയാണ്. പുന്നമ്പറമ്പ് സെന്റർ മുതൽ കരുമത്ര വരെയുള്ള വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കൂടാതെ സ്കൂളിനും അമിതമായി പെയ്യുന്ന മഴവെള്ളം ഒഴുക്കിക്കളയുവാൻ യാതൊരു പോംവഴിയുമില്ലാതെയും രൂക്ഷമായ വെള്ളക്കെട്ടും അതിലുപരി സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയും നിഴലിക്കുന്നു. ഭൂമിയുടെ കിടപ്പനുസരിച്ച് ചില ഭാഗങ്ങളിൽ നിർമ്മിച്ച കാനകൾ താഴ്ന്നും പൊങ്ങിയുമാണ്. പണികൾ തകൃതിയായി നടക്കുന്ന വേളയിൽ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് അഴുക്കുചാലിലേക്ക് ഈ പെയ്തുണ്ടാകുന്ന വെള്ളം പൈപ്പിട്ട് ഒഴുക്കിവിടാമെന്ന് ഉറപ്പു പറഞ്ഞെങ്കിലും അവസാന സമയം അധികൃതർ മുങ്ങിക്കളയുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളമെല്ലാം അതാതു സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. പീച്ചി ടൂറിസം ഇടനാഴിയുടെ നിർമ്മാണങ്ങളെല്ലാം മനോഹരമാക്കിയെങ്കിലും ചില ന്യൂനതകൾ വിസ്മരിക്കുകയാണെന്ന് പറയുന്നു. പൊതുവെ ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇതു സംബന്ധിച്ച് പ്രദേശത്ത് വസിക്കുന്നവരും വ്യാപാരികളും വാർഡംഗം അശ്വിനി കണ്ണിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതിയും സമർപ്പിച്ചിട്ടുണ്ട്. വാഴാനി പീച്ചി ടൂറിസം ഇടനാഴി ഭാഗമായിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ തന്നെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും പെയ്യുന്ന മഴവെള്ളം അത് പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ സാധിക്കാത്ത രീതിയിൽ വലിയ ദുരിതത്തിലായി ചേർന്നിരിക്കുകയാണ്. ആദ്യം ഇവിടെ 2 സൈഡിലും കാനയിലായിരുന്നു. ആ കാനയിലേക്കായിരുന്നു ഈ വെള്ളം മുഴുവൻ പോയിരുന്നത്. പൈപ്പിട്ട് കാനയിലേക്കാണ് വിട്ടിരുന്നത് മഴവെള്ളം മുഴുവൻ. മലിനജലമല്ല മഴവെള്ളം. ഇപ്പോൾ കിഫ്ബിക്കാരെ പണി വന്നു. അവരുടെ റോഡിൻ്റെ അളവ് കഴിഞ്ഞ് അതിൻ്റെ 2 സൈഡിലും അവരുടെ കാനകൾ വന്നു. അവർ സിമെൻറ്റ് വാൾ ഉപയോഗിച്ച് കാന നിർമ്മിക്കുന്ന സമയത്ത് ഈ വെള്ളം എങ്ങോട്ട് പോകും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളതിന് ഹോളിടും, അതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അവർ പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് പറയുന്നു ഇപ്പോൾ അത് പാടില്ല, ഞങ്ങളുടെ നിയമപ്രകാരം ഈ കാന റോഡിലേക്ക് ഉള്ള വെള്ളം കാനയിലേക്ക് ഒഴുകാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു ദുരിതമുണ്ടാക്കും. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നു പോകുന്ന സ്ഥലം കൂടിയാണ് ഈ പുന്നമ്പറമ്പ് സെൻറ്റർ.
ഈ വെള്ളം എവിടേക്ക് പോകും? ഞങ്ങൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ട് അതിൽ ശേഖരിക്കാനാണ് പറയുന്നത്. 5 മാസക്കാലം പെയ്യുന്ന മഴവെള്ള സംഭരണി 2 സെൻറ്റ് ഭൂമി നിൽക്കുന്ന വീട്ടുകാർ എങ്ങനെ നിർമ്മിക്കുന്നത് കൂടിയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോലും ഞങ്ങൾ ചോദിച്ചു, എന്താ മുന്നേ പറയാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ കിഫ്ബിയുമായി ഈ റോഡുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സിനോട് ഞങ്ങൾ ചോദിച്ച സമയത്ത് എല്ലാവർക്കും ഒരേ പൈപ്പ് കാനലിക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ അവർ സമ്പൂർണ്ണമായി അടച്ച് അവരുടെ ഭാഗം സേഫ്റ്റിയാക്കി ഈ മഴവെള്ളം ഭാവിയിൽ വലിയ രീതിയിൽ തന്നെ പുന്നമ്പറമ്പിൻ്റെ ഭാഗത്ത് ദുരിതമുണ്ടാക്കും. അതുമാത്രമല്ല 100 വർഷത്തിലധികം പഴക്കമുള്ള കഴിഞ്ഞ പ്രാവശ്യം വിവാദമായ ഒരു സ്കൂൾ ഇവിടെ നിൽക്കുന്നുണ്ട്, പൊളിച്ചു മാറ്റാൻ വേണ്ടി ലിസ്റ്റിൽ പോയിട്ടുള്ളതാണ്. അതിൻ്റെ കണക്കിലേക്കും കൂടിയാണ് ഈ വെള്ളം ചെല്ലുക. ആ ഒരു സൈഡിൽ കൂടി വെള്ളം ചെല്ലും. അത് ഇടിഞ്ഞു വീഴാൻ ഇനി പൊളിക്കേണ്ടി വരില്ല, അതും ഇടിഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധ ഇതിൽ പതിയണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, കരിമത്ര മുതൽ പൊങ്ങണങ്കാട് വരെ പല ഭാഗങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുള്ള ഈ അപകടാവസ്ഥ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തമമായ നടപടി സ്വീകരിക്കാം എന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 2025-26 പഠനം പൂർത്തിയാക്കുന്ന 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിന് ഒക്ടോബർ 11 തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മണിക്ക് മന്ത്രി ആർ ബിന്ദു സ്കിൽ പൂരം ഉദ്ഘാടനം ചെയ്യും. പോളിടെക്നിക്കുകളിലും ITIകളിലും പഠനം പൂർത്തിയാക്കി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നൈപുണ്യ പരിശീലനം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ 11-ാം തീയതി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കേരളത്തിലെ സർവകലാശാലകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ITIകൾ, പിന്നെ ഓട്ടോണമസ് കോളേജുകൾ, സ്വാശ്രയ കോളേജുകൾ, ഇവരുടെ എല്ലാവരുടെയും പ്രതിനിധികൾ എത്തിച്ചേരും. ഈ സമ്മേളനത്തിൽ നൽകിക്കുന്ന പേരാണ് സ്കിൽ പൂരം. സാധാരണഗതിയിൽ ഇപ്പൊ തന്നെ കോളേജുകളിൽ നൈപുണ്യ പരിശീലനമുണ്ട്. അടുത്ത 4 മാസം ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ പരിപാടി വ്യത്യസ്തമാക്കുന്നത് തൊഴിലുകൾ കണ്ടുപിടിക്കും. വിവിധ കമ്പനികളോട് ചർച്ച ചെയ്യും. എന്നിട്ട് ആ തൊഴിലുകൾ കിട്ടണമെങ്കിൽ എന്ത് വേണോ ആ നൈപുണ്യം പരിശീലിപ്പിക്കാം. ഇതാണ് ഇതിന്റെ വ്യത്യാസം. സ്കിൽ സമിറ്റിൽ വെച്ച് 1,36,000 തൊഴിലവസരങ്ങൾ കണ്ടെത്തി. ഇപ്പോഴത് 2 ലക്ഷം തൊഴിലവസരങ്ങളായിട്ടുണ്ട്. ഇതിനു പുറമെ കേരളത്തിലെ ഓരോ കോളേജുകളിലും ആ പ്രദേശത്തെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി അവരും തൊഴിലുകൾ കണ്ടെത്തുന്നുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഒരു 3 ലക്ഷം തൊഴിലവസരങ്ങളെങ്കിലും കേരളത്തിൽ ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കണ്ടെത്താൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ ജോലികൾ കണ്ടെത്തി ഓരോ കോളേജും അവരുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏത് തൊഴിലുകളാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള തീരുമാനമെടുത്ത് ഈ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്ത് ഏത് തരത്തിലുള്ള സ്കിൽ കോഴ്സാണ് ജോലിക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളത് കോളേജുകളിലായി. ഇത് ഈ മാസമാണ് തൊഴിൽ തിരഞ്ഞെടുക്കുന്നതും സ്കിൽ കോഴ്സുകൾ അറിയിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നവംബർ മധ്യത്തോടുകൂടി സ്കിൽ പരിപാടി ആരംഭിക്കും. തെരഞ്ഞെടുത്ത കോഴ്സുകൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഓരോ കോളേജുകളും തീരുമാനിക്കാം. ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും സർക്കാർ നൽകും. പാതിവില തട്ടിപ്പിന്റെ ഇരകൾക്ക് നഷ്ടപരിഹാരത്തിനും പാതിവില തട്ടിപ്പിന്റെ ആസൂത്രകാരായ ഇതര കള്ള രാഷ്ട്രീയ നേതാക്കളെയും ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിൽ
പാളയത്ത് പോലീസ് തടഞ്ഞ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരായ പ്രതിഷേധ മാർച്ചിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യുവിൽ പോക്സോ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മധ്യപ്രദേശിൽ നിന്നും പിടികൂടി. പ്രതി റിമാൻഡിൽ. പ്രായപൂർത്തിയാകാത്ത മധ്യപ്രദേശ് സ്വദേശിനിയായ അതിജീവിതയെ കാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി ഇടുക്കി ജില്ലയിലെ ഉടുമ്പംചോല സിദ്ധൻപടി പ്രദേശത്തുള്ള കല്ലുപാലം എസ്റ്റേറ്റിലുള്ള വീട്ടിൽ താമസിപ്പിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിന് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ മധ്യപ്രദേശ് സ്വദേശിയായ രാജേഷ് ധ്രുവെ എന്ന ആളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മധ്യപ്രദേശിൽ നിന്നും പിടികൂടിയത്. പ്രതിയെ പിടികൂടുന്നതിനിടെ പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടെങ്കിലും മധ്യപ്രദേശ് മൻലയിലെ സൽവേ പോലീസ് ഔട്ട്പോസ്റ്റിലെ ദൌത്യസേന അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. പ്രതിയെ മൻല കോടതിയിൽ ഹാജരാക്കി നിയമ നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അല്ലബാർ പ്രവാസി ഗ്രൂപ്പിന്റെ 5ാമത് സംഗമം 2025 ഒക്ടോബർ 11 ശനിയാഴ്ച രാവിലെ 9 തൃശൂർ മണ്ണുത്തിയിൽ ശ്രീ അയ്യപ്പ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു. വിദേശത്തു നിന്നും കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നുമുള്ള 500ഓളം പേർ പങ്കെടുക്കുന്നു. ഈ ഗ്രൂപ്പ് 2017 ആരംഭിച്ചതാണ്. കൂടാതെ സാമ്പത്തികമായും ശാരീരികമായും വിഷമതകൾ അനുഭവിക്കുന്ന ഗ്രൂപ്പിലുള്ളവർക്ക് സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. കേരളത്തിന്റെ പല ജില്ലകളിൽ സൗഹൃദ സംഗമം നടത്തിവരുന്നുണ്ട്. ഇതിന്റെ വിജയത്തിനായി അംഗങ്ങളുടെ കലാപരിപാടിയും പുറത്തുനിന്നുമുള്ള കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായി 15 സംഘാടക കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് ജോയ് പറപ്പൂർ, സെക്രട്ടറി ജോണി ഇരിഞ്ഞാലക്കുട, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ ലിജോ കേച്ചേരി, ബിജു കട്ടളപ്പൂവ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression?
പ്രണയനൈരാശ്യം മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിൽ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. 66 കേസുകളിൽ നിന്നായി 1,12,000 രൂപ പിഴ ചുമത്തി. 16 സ്വകാര്യ ബസ്സുകളിൽ നിന്നും അനധികൃതമായി ഘടിപ്പിച്ച എയർ ഹോണുകൾ നീക്കം ചെയ്തു. തിരക്ക് സമയത്ത് ബസിന്റെ പുറകുവശത്തെ ഗോവണിയിൽ തൂങ്ങി യുവാവ് യാത്ര ചെയ്തതിന് പുത്തൂർ മാന്നാമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിൽ നിന്ന് 4,000 രൂപ പിഴ ഈടാക്കി. കൂടാതെ ഡോർ തുറന്നുവെച്ച് സർവീസ് നടത്തിയ 3 ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തു. തൃശൂർ നഗരത്തിൽ ശക്തൻ തമ്പുരാൻ നഗർ ബസ് സ്റ്റാൻഡിലും ജയ്ഹിന്ദ് മാർക്കറ്റിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ പെർമിറ്റ് ഇല്ലാതെയും ഫിറ്റ്നസ് ഇല്ലാതെയും ടാക്സ് അടയ്ക്കാതെയും സർവീസ് നടത്തിയ 12 ഓട്ടോറിക്ഷകളും പിടിച്ചെടുത്തു. ഇരിഞ്ഞാലക്കുട നടവരമ്പിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാതെ ബസ് ഓടിച്ചു വന്ന ഡ്രൈവർ ചുവന്നമണ്ണ് സ്വദേശി രമേഷിനെതിരെയും കേസെടുത്തു. മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ അശോക് കുമാർ K, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ വിപിൻ K, ശ്രീജിത്ത് PS തുടങ്ങിയവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്നും എയർഹോൺ അടിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും എയർഹോൺ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുമെന്നും മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ PV ബിജു പറഞ്ഞു. പുത്തൂർ പൊന്നൂക്കരയിൽ റോഡിലെ ടാറിംഗ് ഉണങ്ങും മുൻപേ രാഷ്ട്രീയ പാർട്ടിയുടെ ചുവരെഴുത്ത്. നടപടിയെടുക്കണമെന്ന് വഴിയാത്രക്കാരുടെ ആവശ്യം. പൊന്നൂക്കരയിൽ നിന്നും തൃക്കൂർ പള്ളിയറ വരെ പോകുന്ന ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ടാറിംഗ് പണികൾ നടക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡിലെ കുഴികളിൽ ഒരു ചട്ടിമണ്ണ് പോലും വാരിയിടാതെ നടന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ടാറിംഗ് ഉണങ്ങും മുൻപേ റോഡ് ബുക്ക് ചെയ്ത് പാർട്ടി ചിഹ്നവും മറ്റും എഴുതുവാൻ രംഗത്ത് വന്നത്. ടാറിംഗ് പണികൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ ചെയ്തു തീർന്ന ഭാഗത്തെ റോഡിൽ വരച്ചും എഴുതിയും കഴിവ് തെളിയിക്കുകയാണ് പാർട്ടി അണികളും. റോഡ് തകർന്നു കിടക്കുന്ന സമയത്ത് ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന റോഡിന് ശാപമോക്ഷം ലഭിച്ചതോടെയാണ് റോഡിന് അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടിയുടെ മാസ് എൻട്രി. സാധാരണക്കാരായ ജനങ്ങൾ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വാങ്ങുമ്പോൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുന്ന വിയർപ്പിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നികുതി പണത്തിൽ നിന്നും ഒരു വിഹിതം ചിലവഴിച്ച് തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കുമ്പോൾ അത് ഇത്തരത്തിൽ വരച്ചും എഴുതിയും വൃത്തികേടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ റോഡിൽ എഴുതി വൃത്തികേടാക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും തക്കതായ നടപടി എടുക്കണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. ബേക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഒക്ടോബർ 10, 11, 12 തീയതികളിൽ കൊച്ചിയിൽ ബേക്സ് എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജോയ് ആലുക്കാസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി 700-ലധികം സ്റ്റാളുകളുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ കിരൺ S പാലക്കൽ, PM ഇബ്രാഹിം, ഹെന്നി ജോസഫ്, പോൾ ചെമ്മണ്ണൂർ, ജിതോഷ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമലയിൽ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് CBI അന്വേഷിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് പരാതി അയച്ച് ഹൈക്കോടതി അഭിഭാഷകൻ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചു. നിലവിൽ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന സംഘത്തിന് മേൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ആക്ഷേപം ഉയരുന്നു.
ഇന്ത്യ മഹാരാജ്യത്തിലെ അയ്യപ്പ ഭക്തന്മാരും പൊതുസമൂഹവും സ്വർണപാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ നീതിപൂർണമായ അന്വേഷണമാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ വിഷയത്തിൽ CBI അന്വേഷണം നടത്തുന്നതിന് പ്രധാനമന്ത്രി തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ശബരിമലയിലെ ശ്രീകോവിലിലെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട വിഷയം വളരെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രഹസന അന്വേഷണമാണ് നടക്കുന്നത്. ഇതിന് യഥാർത്ഥ കുറ്റക്കാരെ നമുക്ക് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഈ സ്വർണപ്പാളി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ CBIയുടെ അന്വേഷണം ആവശ്യമാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പലവിധ വീഴ്ചകളും സംബന്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പല കാര്യങ്ങളിലും വീഴ്ച വന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി അടുപ്പമുള്ള സംസ്ഥാന ഗവൺമെന്റിലെ അടുപ്പമുള്ള വ്യക്തികൾ ഈ അന്വേഷണത്തെ സ്വാധീനിക്കുവാനും അട്ടിമറിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ, അവരുടെ മനസ്സുകളിൽ വന്ന ആശങ്കകൾ പരിഹരിക്കുവാൻ ഒരു നീതിപൂർവമായ അന്വേഷണം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് CBI ഡയറക്ടർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനമായുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരുടെ ആ അഭയ കേന്ദ്രമാണ്. ഇവിടെ സ്വർണപ്പാളി നഷ്ടപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് യഥാർത്ഥ വിഷയങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് ഒരു പ്രഹസന അന്വേഷണം നടത്തുന്നതിൽ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിലെ അയ്യപ്പ ഭക്തന്മാർക്കും പൊതുസമൂഹത്തിനും വളരെ വലിയ പ്രതിഷേധം തന്നെയുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ പൊതുസമൂഹത്തിന്റെ ആശങ്കകൾ അകറ്റുവാൻ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാൻ, സ്വർണപ്പാളി എങ്ങനെ നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ, ഇതിന്റെ യഥാർത്ഥ അന്വേഷണം നടത്തുവാൻ, ഈ സംഭവത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ CBI എൻക്വയറിക്ക് സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 38ാമത് ജില്ലാ സമ്മേളനം ഒക്ടോബർ 11 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങ് P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് MS പ്രേംകുമാർ അധ്യക്ഷം വഹിക്കും. ഹംസ എരിക്കുന്നൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യും. VR ഹരികൃഷ്ണൻ ഇൻസെന്റീവ് വിതരണം നിർവഹിക്കും. K. സത്യൻ ഏറ്റുവാങ്ങും. KK സേതുമാധവൻ സ്വാഗതവും PG രാധാകൃഷ്ണൻ നന്ദിയും പറയും. നഗരത്തിൽ KSRTC റോഡിൽ ഗതാഗത നിയന്ത്രണം. തൃശൂർ നഗരത്തിൽ KSRTC റോഡ് ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി വെളിയന്നൂർ ദിവാൻചി മൂല ഭാഗങ്ങളിൽ ഒക്ടോബർ 9 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. കൂർക്കഞ്ചേരി ഒല്ലൂർ മാതൃഭൂമി ജംഗ്ഷൻ വഴി ദിവാൻചി മൂല ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കൊക്കാല ജംഗ്ഷൻ, എമറാൾഡ് ജംഗ്ഷൻ, ദിവാൻചി മൂല, ചിട്ടിയങ്ങാട് വഴി പോകേണ്ടതും KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ KSRTC പടിഞ്ഞാറെ ഗേറ്റ് വഴി ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും വടക്കേ ഗേറ്റ് വഴി പുറത്തേക്ക് പോകേണ്ടതുമാണെന്ന് തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം SHO KR ശാന്താറാം അറിയിച്ചു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം.
പിറ്റാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. മഹിളാ അസോസിയേഷൻ ഒല്ലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്കുമെതിരെയും പ്രതിഷേധമുയർത്തിയുമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒല്ലൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. ഒല്ലൂർ ചീരാച്ചി കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടിയിൽ സോന കെ കരീം, VT വിജയലക്ഷ്മി, മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനം നിയന്ത്രിച്ചു. സിന്ധു ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും, രജനി ആനന്ദ് അനുശോചന പ്രമേയവും, സെക്രട്ടറി ഷീല മനോഹരൻ പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന കമ്മിറ്റി അംഗം സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ഒല്ലൂർ ലോക്കൽ സെക്രട്ടറി KV ബിജു, പത്മജാദേവി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സോന കെ കരീം, ഷീല മനോഹരൻ, റെജീല കൃഷ്ണകുമാർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കായിക സമൂഹത്തിന് വേണ്ടി കായിക അധ്യാപകർ നിസ്സഹകരണത്തിൽ നിൽക്കവേ പരിഹാരം കാണാതെ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ കായിക മത്സരം നടത്തുവാൻ നിയമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ നേതൃത്വം നൽകി നടത്തുന്ന മത്സരങ്ങൾ ഇങ്ങനെയാകുമ്പോൾ വർഷങ്ങളോളം പരിശീലിപ്പിച്ച് ഇവിടെ കായിക താരങ്ങൾ മത്സരിക്കാനെത്തുമ്പോൾ ഇതാണ് അവസ്ഥ. എങ്കിൽ കൃത്യമായി ഒരു സെലക്ഷൻ എങ്ങനെ നടക്കും? കുട്ടികളുടെ മികച്ച പ്രകടനം എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും? കേരളം തലകുനിക്കുന്നു. ഞാൻ ഒരു കുട്ടിയുടെ പാരന്റ്സ് ആണ്. എനിക്കറിയാം കുട്ടിനെ എത്ര നാൾ കൊണ്ടുവന്ന് എന്നോട് സംസാരിക്കേണ്ട കാര്യമാണ്. പറയുന്നത് മൊത്തം ഇവിടെ കേട്ടു നിൽക്കണം. ഇത്ര നേരം കേട്ടു പറയട്ടെ. കാര്യം പറഞ്ഞാൽ തന്നോട് സംസാരിക്കാൻ പാടില്ല. അവരിവിടുന്ന് കടന്നു പോകണല്ലേ? താൻ കടന്നു പോകണം ആദ്യം നിന്നുള്ളന്ന്. ഇത്ര നേരം അയാൾ പറയുന്നത് ഞാൻ കേട്ടു നിന്നു. ന്യായമായ രീതിയിൽ സംസാരിക്കുമോ? അയാളോട് സംസാരിക്കുന്നവർ മൊത്തം ഇതിനുള്ളിൽ പോകണം. അയാൾ ചെയ്യുന്നത് എന്താണോ അതൊരു നടക്കണം. അത് നടക്കില്ല. എത്ര നേരം മാഡം എത്ര നേരം പ്രതികരിച്ചില്ല, ഒരു കാര്യം വേണ്ടിയില്ല. അയാൾ തെണ്ടിത്തര പറയുന്നത്. സംസാരിക്കുന്നവരോട് ഇതിൻ്റെ ഉള്ളിൽ പോകണം. സംസാരിക്കുന്നവർ അയാളോട് സംസാരിക്കാനും പാടില്ല. അതിന് ഞാൻ ഓഫീഷ്യൽ മാത്രമേ ഞങ്ങൾ അന്ന് അയാൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അയാളെ സംസാരിക്കാൻ ആദ്യം പഠിപ്പിക്കും. അയാൾ അങ്ങനെയല്ല സംസാരിക്കുക. ഞങ്ങളുടെ സ്പോർട്സിന് 9 മണിക്ക് വന്നിരിക്കുന്നതാണ്. ഇവിടെ പരിപാടി ഭയങ്കര ലാഗാണ്. നല്ല ഇനിയും സമയം തുടങ്ങിയിട്ടില്ല. 1.5 മണിക്കൂർ യാത്ര അവിടുന്നുണ്ട്. 9 മണിക്ക് വന്ന് തുടങ്ങുമ്പോൾ നല്ല പരിപാടിയാണ്. ഇനി സ്റ്റാർട്ടായിട്ടില്ല. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാർ തൊഴിലും നൈപുണ്യം വകുപ്പും ചേർന്ന് 2025 ഒക്ടോബർ 13 രാവിലെ 9:30 പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള അയ്യന്തോൾ കളക്ട്രേറ്റിലെ കോൺഫറൻസ് ഹാളിൽ നടത്തുന്നു. തൃശൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മേളയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖല പ്രൈവറ്റ് സ്ഥാപനങ്ങളും അപ്രന്റീസ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പങ്കെടുക്കുന്നുണ്ട്. ITI പാസ്സായ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ട്രെയിനികൾക്കും മേളയിൽ പങ്കെടുക്കാം. ഫോൺ
9544189982. ലക്ഷത്തിലേക്ക് അടുത്തു. സ്വർണവില 90,000 കടന്നു. പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ സംസ്ഥാനത്ത് സ്വർണവില 90,000 കടന്നിരിക്കുന്നു. ഇന്ന് 1 പവൻ സ്വർണം ലഭിക്കുവാൻ 90,320 രൂപ നൽകണം. 1 ഗ്രാമിന് 11,290 രൂപയാണ് വില. ഗ്രാമിന് 105 രൂപയാണ് വർദ്ധിച്ചത്. പവൻ ഇന്നത്തേക്കാൾ 840 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി 1 പവൻ സ്വർണം പണിക്കൂലിയും കഴിഞ്ഞ് ലഭിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ നൽകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിലെ റവന്യൂ ഓഫീസുകൾക്കുള്ള വികസന പ്രവർത്തനത്തിനായി 2.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ. നവകേരള വികസന പതാകയുമായി തൃശൂർ കോർപ്പറേഷൻ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് കുതിക്കുന്നു. റോഡ് നവീകരണം ശാസ്ത്രീയമായി നടത്താത്തതിനാൽ പുന്നംപറമ്പ് നിവാസികൾ നട്ടം തിരിയുന്നു. പുത്തൂർ പൊന്നൂക്കര റോഡ് നിർമ്മാണവും റോഡിൽ പരസ്യ എഴുത്തും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നു. മഹിളാ കോൺഗ്രസ് ഒല്ലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.